ശ്രീ ഇൻസൈറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് എടുക്കുന്നത്. ഇത് ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവുന്നവരെടുക്കുക, അല്ലാത്തവർ വിട്ടേക്ക്. അതുപോലെ തന്നെ മെയിലോ ഫീമെയിൽ എല്ലാവർക്കും കാണാം. ടൈംലെസ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോൾ കൈകളിൽ വരുന്നുവോ അപ്പോൾ മുതൽ വാലിഡ് ആകുന്നതാണ്. ചാനലിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. ലൈക്ക്, കമൻറ്റ്, ഷെയർ, അതുപോലെ തന്നെ ഹൈപ്പ്. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്ത ആളുകളുണ്ടെങ്കിൽ അവർ ഒന്ന് ചെയ്തേക്കണം. അപ്പം നമുക്ക് നിങ്ങളുടെ സപ്പോർട്ടിന് വളരെയധികം സന്തോഷമുണ്ട്. നന്ദി. നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. നമുക്ക് ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത്, ഞാൻ എടുത്തിരിക്കുന്നത്, ഞാൻ ഒരു ചോദ്യങ്ങളാണിത് ചോദിച്ചിരിക്കുന്നത്. എന്തിനാണ് നിങ്ങൾ ഈ വ്യക്തിയെ ഈ ജീവിതത്തിൽ കണ്ടുമുട്ടിയത്? അത് ഏത് ബന്ധവുമാകാം. നിങ്ങളുടെ ബന്ധം എന്തുമാകട്ടെ, സിംഗിൾ, മാരീഡ്, എനി എന്തായാലും അത് ഇവിടുത്തെ വിഷയമല്ല. നിങ്ങളുടെ വ്യക്തി, നിങ്ങൾ ആ വ്യക്തിയുടെ മുഖം നന്നായിട്ട് മനസ്സിൽ കാണുക. അതിനുശേഷം നിങ്ങളോട് ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്: എന്തിനാണ് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് 10 ഓഫ് കപ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടാതിരുന്ന ആ ഒരു ഇമോഷൻസ്, ഫീലിങ്സ്, അത്തരം കാര്യങ്ങളുണ്ടായിരുന്നു. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരുന്നു അത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ അത് കിട്ടിയിട്ടില്ല. പല കാര്യങ്ങളിലും നിങ്ങൾക്കത് നഷ്ടപ്പെട്ടു പോയിരുന്നു, പല സ്ഥലത്തു നിന്നും. എന്നാൽ ഈ വ്യക്തി വന്നതിന് ശേഷം ആ ഒരു കാര്യം ഇവിടെ ഫുൾഫിൽമെൻറ്റ് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഫുൾഫിൽമെൻറ്റ് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ വരും. അതായത് നമുക്ക് ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ നെഗറ്റീവ് സൈഡൊക്കെ വരും. പക്ഷേ നിങ്ങൾ കണ്ടുമുട്ടിയിരിക്കുന്നത് നിങ്ങളുടെ ഇമോഷണൽ ഫീലിങ്സ്, അത്തരം കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത് എന്ന് പറയുന്നു. അതിന് ക്ലാരിറ്റി വന്നിരിക്കുന്നത് കമ്മിറ്റ്മെൻ്റ് ആണ്. ഐ വാണ്ട് യു ടു ബി എ പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചർ. ഈ ജീവിതത്തിൽ എൻ്റെ കൂടെ നീ എൻ്റെ ഒരു പാർട്ട് ആയിരിക്കണം, എൻ്റെ ഭാവിയിലുള്ള എൻ്റെ ലൈഫിൽ എന്ന ആ ഒരു സന്ദേശമാണ് നമുക്കിവിടെ ക്ലാരിറ്റി ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്ത കാർഡ്, എന്തായിരുന്നു ഇതിൻ്റെ ഇൻറ്റൻഷൻ എന്ന് ഒരിക്കൽ കൂടി ഞാൻ ചോദിച്ചു. എന്തിനാണ് കണ്ടുമുട്ടിയത് എന്ന് ചോദിച്ചപ്പോൾ ഇൻറ്റൻഷനും കൂടി തന്നെ നമുക്കവിടെ തന്നിരിക്കുന്നു. എന്നാലും ഞാൻ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ കുറച്ച് ബോൾഡാകാനുണ്ടായിരുന്നു ലൈഫിൽ എന്നാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾ എപ്പോഴും ഒരു സില്ലി എന്ന് പറഞ്ഞുകൂടാ, എന്നാലും എപ്പോഴും ഒരു തമാശ, കളി, ചിരി, എല്ലാത്തിനും ഒരു ഗൗരവം കൊടുക്കാതിരുന്ന ആളായിരുന്നു. ലൈഫിനൊരു ഗൗരവം നിങ്ങൾ ഒരിക്കലും കൊടുത്തിട്ടില്ല. നിങ്ങളവിടെ വളരെയധികം ചിരിച്ചു കളിച്ചും സ്നേഹിച്ചും അങ്ങനെ ഒരു പറവയെപ്പോലെ അല്ലെങ്കിൽ ഒരു പൂമ്പാറ്റയെ പോലെയൊക്കെ ജീവിച്ചിരുന്നൊരു വ്യക്തിയാണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ചില ക്ലിയർ ബൗണ്ടറീസ് വയ്ക്കാനുണ്ടായിരുന്നു. ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്ക് വേണ്ടതുണ്ടായിരുന്നു. ചില കമ്മ്യൂണിക്കേഷൻസ് അത് ഡയറക്റ്റായിട്ടൊക്കെ ചെയ്യേണ്ടതുണ്ടായിരുന്നു. മൈൻഡ് ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു. ഇത്തരം കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ അത് ഈ ബന്ധത്തിലൂടെ നിങ്ങൾക്ക് കിട്ടി എന്നാണ്. കാരണം ഇവിടെ ബീങ് അവേ ഫ്രം യു ഹാസ് അലൗഡ് മീ ടു ഗെയിൻ ക്ലാരിറ്റി എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്. ക്ലാരിറ്റിക്ക് വേണ്ടി എടുത്ത കാർഡ്സാണ് രണ്ടാമത് എടുക്കുന്നതെല്ലാം. അപ്പം നിങ്ങളിൽ നിന്ന് കുറച്ച് മാറി നിന്നിരിക്കുന്നു, അല്ലെങ്കിൽ സെപ്പറേഷൻ വന്നിരിക്കുന്നു, ബ്രേക്കപ്പ് വന്നിരിക്കുന്നു. ആ സമയത്താണ് നിങ്ങൾ ജീവിതത്തിൽ ഇതിലൊരു ഗൗരവം കണ്ടത്. അപ്പം അവിടെ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കിവിടെ ഒരു ക്ലാരിറ്റി വന്നിരിക്കുന്നു ജീവിതത്തെക്കുറിച്ച്. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ആരായിരിക്കണം, ഞാനിങ്ങനെ വെറുതെ ഇമോഷൻ്റെ പുറകെ നടക്കുകയോ, അല്ലെങ്കിൽ ഞാൻ അത്തരം ഒരു ആളല്ല, ഞാൻ എന്ന വ്യക്തി ഇതാണ് എന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു നിങ്ങൾക്ക് ഈ സെപ്പറേഷൻ ഓർ എന്താണോ ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ അത് വന്നിരിക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല, ജനറൽ റീഡിംഗ് ആണ്. ഇവിടെ ബ്രേക്കപ്പായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ സെപ്പറേഷനായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഓക്കെ, വീണ്ടും നമുക്ക് വന്നിരിക്കുന്നു. ഇത് നിങ്ങളെ പഠിപ്പിക്കാൻ തന്നെയാണ്. കാരണം വെച്ചാൽ നിങ്ങൾ മണി സേവ് ചെയ്യുന്ന സ്വഭാവം നിങ്ങൾക്കില്ലായിരുന്നു എന്ന് കാണിക്കുന്നുണ്ട്. അവരൊരു സെക്യൂരിറ്റിയെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്നതിനെക്കുറിച്ചോ ഒന്നും നിങ്ങൾക്ക് ഒരു ബോധ്യവുമില്ല. നിങ്ങൾ പലതും നിങ്ങൾക്ക് വായിൽ തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കുന്നു, പറയുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ അങ്ങനെ പോരാ എന്നും ഇതിനെല്ലാം ഒരു ലിമിറ്റ് വേണമെന്നും അതിനെ ഒന്ന് പിടിച്ചു വയ്ക്കണം എന്നും നിങ്ങളെ പഠിപ്പിച്ചു ഈ ബന്ധം എന്നാണ് കാണിക്കുന്നത്. അതായത് എല്ലാം തന്നെ ഒന്ന് ഹോൾഡ് ബാക്ക് ചെയ്യാൻ സമയമായി എന്നാണ്.
എല്ലാ കാര്യങ്ങളും, എല്ലാ സ്നേഹമാണെങ്കിലും ശരി, ധനമാണെങ്കിലും ശരി, ഇനി എന്ത് സാധനമാണെങ്കിലും ശരി, ആര് ചോദിച്ചാലും നിങ്ങൾ കൊടുക്കുകയും അതുപോലെ തന്നെ എല്ലാവരോടും ഒരു പിന്നെ ഒരു ഇവിടെ പിടിച്ചു വെക്കുന്ന സ്വഭാവമേ ഇല്ല. നിങ്ങൾ വാരി കോരി കൊടുക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെയാണ് ഏത് ദാനമാണെങ്കിലും ശരി, എന്താണെങ്കിലും എന്തായാലും സ്നേഹമാണെങ്കിൽ പോലും. എന്നാൽ അത് പോരാ എന്നും അതിനെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു നിങ്ങളുടെ ലൈഫിൽ എന്നും കാണിക്കുന്നുണ്ട്. നമുക്ക് നെക്സ്റ്റ് കാർഡ് നോക്കാം. പല ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ഗ്രോത്ത് വരുമെന്നും നിങ്ങൾ ന്യൂ പ്രോജക്റ്റിന് വേണ്ടി പല കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ വിൽ പവറോട് കൂടി തന്നെ നിങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്കതൊന്നും നടക്കാതെ പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾ നല്ലതിന് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ നടക്കും എന്ന രീതിയിലാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. എന്നാൽ നിങ്ങൾക്ക് അതൊന്നും തന്നെ അത് പൂർണ്ണതയിലെത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാണ്. എന്നാൽ ഇപ്പോൾ ഈ ഒരു ബന്ധം നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു ആ കാര്യത്തിൻ്റെ ഗൗരവം എന്താണ് എന്ന്. അപ്പോൾ വരുന്ന പ്രോജക്റ്റ് ആണെങ്കിലും എന്തും ആലോചിച്ച് തീരുമാനിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ഐശ്വര്യം വരും എന്നാണ് കാണിക്കുന്നത്. പിന്നെ എല്ലാം ഒരു പകൽ കിനാവ് പോലെ ഡേ ഡ്രീമിംഗ് ആണ് വന്നിരിക്കുന്നത്. ഐ ആം ഓൾവേസ് ലോങ്ങിങ് ഫോർ യു. അപ്പോൾ ഇതൊരു പകൽ കിനാവും കണ്ട് നിങ്ങൾ വളരെ സ്വപ്ന ലോകത്തെ ആയിരുന്ന ആളാണെന്ന് തോന്നുന്നുണ്ട്. അതായത് വളരെ സ്വപ്നങ്ങൾ കണ്ട്, അതായത് പറയില്ലേ നമ്മൾ പകൽ കിനാക്കൾ കാണുന്നത് സ്വപ്ന ലോകത്തിലായിരുന്നു. എല്ലാ കാര്യത്തിനും അത് എന്താ പറയുക, റിയൽ ആകുന്നതിന് പകരം സ്വപ്നത്തിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഇമേജ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി. അതിന് നമുക്കൊരു കാര്യം കൂടെ ഉണ്ട് അതിനകത്ത്. അതായത് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ആണ് അതിലൂടെ നടന്നിരുന്നത്. അത് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് നടന്നിട്ടുണ്ട്, അതിലൂടെ ഗ്രോത്ത് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. എങ്കിലും നിങ്ങൾ ഈ സ്വപ്നലോകത്തിൽ മാത്രം ഇരിക്കാതെ കാര്യങ്ങൾ ഒരു റിയാലിറ്റിയിലേക്ക് വരണം എന്നുകൂടിയാണ് നമുക്ക് ഈ കാർഡ് ബോധിപ്പിക്കുന്നത്. അടുത്തത് ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പിന്നെ സിറ്റുവേഷൻ വന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ബ്രേക്കപ്പ് ആയത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോൾ അതവിടെ ഒരു ചതി നടന്നിരിക്കുന്നു എന്നാണ്. ചതി നടന്നിരിക്കുന്നു അവിടെ നിങ്ങളെ നിങ്ങളിൽ നിന്ന് അപഹരിച്ചുകൊണ്ട് കടന്നു പോയിരിക്കുന്നു നിങ്ങളുടെ ഈ സ്നേഹമാണ്. ആ സ്നേഹം നിങ്ങളിൽ നിന്ന് തട്ടിപ്പറിച്ചു കൊണ്ടുപോയിരിക്കുന്നു മറ്റൊരാൾ എന്നാണ് കാണിക്കുന്നത്. അത് തേർഡ് പാർട്ടി തന്നെയാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് ഇതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. സപ്പോർട്ടേജ്, ഐ മെസ് അപ്പ് വിത്ത് ദ ഗുഡ് തിങ്സ് ഇൻ മൈ ലൈഫ് സംടൈംസ്. ചില കാര്യങ്ങൾ എൻ്റെ ലൈഫിലേക്ക് കടന്നു വരുമ്പോൾ അതെന്നിൽ നിന്ന് തട്ടിയെടുത്ത് കൊണ്ടുപോകാറുണ്ട്, അത് ഏത് വിധേനയും കൊണ്ടുപോകാറുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു അതിനെ. ഇത് നിങ്ങളുടെ സത്യമാണത്. കാരണം വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ വളരെയധികം സ്നേഹിച്ചതിന് ആദ്യത്തെ കാർഡ് കണ്ടാൽ തന്നെ അറിയാം അതൊരു ഫുൾഫിൽമെൻ്റ് ആയിരുന്നു, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതായിരുന്നു. അത്രയും സ്നേഹത്തോടു കൂടി അത്രയും നിങ്ങൾക്ക് തരാൻ വേണ്ടി പൂർണ്ണതയിലെത്തിക്കാൻ വന്നതാണ്. പക്ഷേ ഇവിടെ അതിനിടയിൽ ഒരാൾ വന്നിട്ട് നിങ്ങളെ ചതിച്ചു പോയിരിക്കുന്നു എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ്. നെക്സ്റ്റ് കാർഡ് ഇപ്പോൾ എന്താണ് അവസ്ഥ എന്ന് ചോദിച്ചാൽ ഇവിടെ മിസ് ചെയ്യുന്നു എന്നാണ്. ഇവിടെ ലവ്, കമ്പാഷൻ, ക്രിയേറ്റിവിറ്റി, ന്യൂ ഫീലിംഗ്, സ്പിരിച്വാലിറ്റി, ഇൻറ്റ്യൂഷൻ, ന്യൂ ബേബി, പ്രൊപ്പോസൽ, മാരേജ് ഒക്കെയാണ് ഇവിടുത്തെ കാർഡിൽ കാണുന്നത്. അതായത് ഇതൊരു സോൾമേറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്നുകൂടി കാണിക്കുന്നുണ്ട്. പാസ്റ്റ് ലൈഫിലെ കണക്ഷനാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു സോൾമേറ്റ് ആയിരുന്നു, അല്ലെങ്കിൽ 10 ഫ്ലെയിം, ആ രീതിയിലുള്ള ആളുകൾ ഇതിനകത്തുണ്ട്. അവരുടെ ഒരു റീഡിംഗ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് നിങ്ങളുടെ ആ സ്നേഹം, ഈ നേരത്തെ നമ്മൾ ഫസ്റ്റ് കാർഡ് ഇവിടെ കണ്ട അതേ കാർഡ് ആണ് നമുക്ക് അതിന് താഴെ തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ തിരിച്ചു കിട്ടും എന്നാണ്. ഇപ്പോൾ മിസ്സിങ് നടക്കും അവിടെ. ഒരു എന്താ പറയുകയാണ്, എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ എനിക്ക് ഫീലാണ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക്, കാരണം എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്നുള്ള. പക്ഷേ അങ്ങനെയല്ല, അതെല്ലാം തിരിച്ചു കിട്ടും നിങ്ങൾക്ക് എന്നാണ്. കാരണം ഇവിടെ സോൾ ടൈ ആണ് വന്നിരിക്കുന്നത്. ഐ ഓൾവേസ് ഫീൽ കണക്റ്റഡ് ടു യു. നമ്മളെത്ര മാറി നിന്നാലും അത് ഇപ്പോഴും കണക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മളുടെ ബന്ധം, അല്ലെങ്കിൽ ഞാനത് ഫീൽ ചെയ്യുന്നു. രണ്ടുപേരും, ഒരാൾ മാത്രമല്ല, രണ്ടുപേരും. അപ്പോൾ ഇത് രണ്ടുപേർക്കും ബാധകമായിട്ടുള്ള എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന എന്തെങ്കിലും വിഷമങ്ങൾ അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ അത് മാറാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ സ്നേഹം അതായത് ഫുൾഫിൽമെൻറ്റോട് കൂടി തന്നെ കടന്നു വരാൻ പോകുന്നു എന്നാണ് നമുക്ക് ഈ കാർഡ് കാണിക്കുന്നത്. ഇനി നമുക്ക് എന്തായിരിക്കും നമുക്ക് വരാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ balance, harmony, moderation, patience, being sensible, purpose,
ഫൈൻഡിങ് മീനിങ്. അപ്പോൾ ടെമ്പറൻസ് ആണ്, ബാലൻസ് വരാൻ പോകുന്നു എന്നാണ് ഐ ഹാവിൻ. എൻ്റെ നമ്മളുടെ ക്ലാരിറ്റി വന്നിരിക്കുന്നത് ഹോപ്പാണ്. ഐ ഹാവിൻ ഗിവൺ അപ്പ് ഓൺ അസ് യെറ്റ്. ഞാൻ ഒരിക്കലും നിന്നെ വിട്ട് കളഞ്ഞിട്ടില്ല, ബാലൻസിൽ നമ്മളിത് കൊണ്ടുപോകും എന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ വ്യക്തി വളരെ അധികം തന്നെ പ്രതീക്ഷയിലും കാര്യങ്ങളിലും ഒക്കെയാണ് ഇരിക്കുന്നത്. ഇത് വളരെ ഭംഗിയായി ഈ ബന്ധം കൊണ്ടുപോകാൻ കഴിയും എന്നാണ് ആൾ പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിവൈൻ തരുന്ന സന്ദേശം ആണ് ഞാൻ ഈ ചോദിച്ചത് മുഴുവനും. ഇനി എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് ചോദിച്ചാൽ, എംപ്രസിനെ പോലെ നിങ്ങൾ ജീവിക്കും എന്നാണ്. നിങ്ങൾ എംപ്രസിനെ പോലെയാകണം. ഇവിടെ പിന്നെ ഹി ഓർ ഷീ നിങ്ങൾ നോക്കണം കേട്ടോ, മെയിൽ ഓർ ഫീമെയിൽ ആരായാലും ആ രീതിയിലെടുക്കണം. എംപ്രസ് എന്ന് വന്നതുകൊണ്ട് എംപ്രസ് തന്നെ ആകണമെന്നില്ല, അവിടെ കിങ്ങും ആകാം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, അത് നിങ്ങൾ ആ രീതിയിലെടുക്കണം. അപ്പോൾ ഇവിടെ വരാൻ പോകുന്നത് അബണ്ടൻസ്, നർച്ചറിങ്, ഫെർട്ടിലിറ്റി, ഫെമിനൈൻ, ഗുഡ് പാരൻറ്റിങ്, ഡെവലപ്മെൻറ്റ്, അക്കംപ്ലിഷ്മെൻറ്റ്, ഗ്രോത്ത്, എവല്യൂഷൻ, ആക്ഷൻ ഒക്കെയാണ്. അപ്പോൾ ഈ രീതിയിലായിരിക്കും നിങ്ങളുടെ ലൈഫ് വരാൻ പോകുന്നത്. അവിടെ വളരെ വാല്യൂസാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരുപാട് വാല്യൂസ് ഉള്ള വ്യക്തി ആണ്, അല്ലെങ്കിൽ വ്യക്തികളാണ് എന്നിവിടെ കാണിക്കുന്നു. അത് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരാൻ പോകുന്നു. ഇവിടെ എന്താണ് കമ്പാഷൻ, കംഫോർട്ട്, നർച്ചറിങ്, ഹീലിംഗ്, ഇതെല്ലാമാണ് നമുക്ക് ഇവിടെ കുറേ നേരമായി ഇവിടെ നമ്മൾക്ക് ഈ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് വരുന്നത്. കെയറിങ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ റിവീൽ ചെയ്യപ്പെടാൻ പോകുന്നു. ഐ വാണ്ട് ടു ടെൽ യു ദ ട്രൂത്ത്. അതിൽ കുറച്ച് സത്യങ്ങൾ നിങ്ങളോട് പറയാൻ എനിക്കുണ്ട്. അത് ഞാൻ പറയാം എന്നാണ്, കൃത്യമായിട്ട് ഞാൻ പറയാം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് പല കാര്യങ്ങളും തുറന്ന് പറയാനുണ്ട്. കാരണം എന്താണ്, നമ്മളിവിടെ നേരത്തെ ഒരു കാർഡ് കണ്ടിരുന്നു അല്ലേ, ചതി. ആ ചതിയുടെ കഥകളായിരിക്കാം നിങ്ങളോട് റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ഗൈഡൻസ് മെസ്സേജ് കൂടി നമുക്ക് നോക്കാം. ഓ യെസ്. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ ഉണ്ടായിരുന്ന ഒരുപാട് എന്താ പറയുക, സബോട്ടേജ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങളൊക്കെ നിങ്ങൾ അനുഭവിച്ചിരുന്നു. ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിരുന്ന നിങ്ങളുടെ ആ വിഷമങ്ങൾ എല്ലാം തന്നെ നിങ്ങൾക്ക് മാറാൻ പോകുന്നു, ചേഞ്ച് ആകാൻ പോകുന്നു എന്നാണ്. ഓക്കെ. അപ്പോൾ ഇതെല്ലാം പുറകിൽ ഉപേക്ഷിക്കാൻ പോകുന്നു നിങ്ങൾ. ഇതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ എന്തുമാവട്ടെ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാവട്ടെ, ചതിയാകട്ടെ, എന്തും ആയാലും അത് നിങ്ങൾ പുറത്ത് കളയാൻ പോകുന്നു. എല്ലാം പുറത്ത് ഉപേക്ഷിക്കുന്നു, പുറകിൽ ഉപേക്ഷിച്ചിട്ട് നിങ്ങളൊരു എന്താ പറയുക, അതിനെ റിലീസിങ് ബാഗേജ് എന്നാണ്, അതിനെ മൂവിങ് ഓൺ, എന്നിട്ട് മുൻപോട്ട് നടക്കുന്നു എന്നാണ്. ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഐശ്വര്യങ്ങളുടെ കാലമാണ് എന്നാണ് കാണിക്കുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ ക്ലാരിറ്റി, ഐ വാണ്ട് ടു ഹൗ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് എന്നാണ്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണ് ആഗ്രഹിച്ചിരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ കിട്ടാതിരുന്ന ആദ്യത്തെ ഫസ്റ്റ് കാർഡിൽ നമ്മൾ പറഞ്ഞു, ഇതുവരെ കിട്ടാതിരുന്ന ആ ഒരു ഇമോഷണൽ ഫീലിങ്സ്, അതുപോലുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ് എന്നാണ് നിങ്ങൾക്ക് ഏഞ്ചൽ സന്ദേശം ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ. അപ്പം നമുക്കിന്ന് കാർഡ്സ് എടുത്തിരിക്കുന്നതെല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് ക്ലാരിറ്റി കാർഡ്സ് വന്നിരിക്കുന്നത്, ഓരോന്നും തന്നെ. അപ്പോൾ എന്തിനാണ് നിങ്ങൾ ഈ ജന്മം ഈ വ്യക്തിയെ കണ്ടുമുട്ടിയത്, അത് നിങ്ങളുടെ പാർട്ട്ണർ ആരായാലും അതിന് ഒരു ശരിക്കും അതെന്താ പറയുക, റിയലായിട്ട് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് അതിനുള്ള ആൻസറാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സന്തോഷമായിരിക്കൂ. 2 ദിവസമായിട്ട് ഞാൻ ലോങ് വീഡിയോ ചെയ്തില്ല. ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ ബാധിക്കാറുണ്ട്, അതുകൊണ്ടാണ്. അതൊന്ന് മനസ്സിലാക്കണം എല്ലാവരും. അതുകൊണ്ട് ഞാൻ പതിയെ ഒന്ന് ലെഫ്റ്റ് അടിക്കുന്നതാണ് കേട്ടോ. കാരണം എന്നാൽ മാത്രമേ പിറ്റേന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. എല്ലാവരും എനിക്ക് തരുന്ന സപ്പോർട്ടിന് വളരെ നന്ദി, സന്തോഷം. താങ്ക് യു യൂണിവേഴ്സ്. എല്ലാവർക്കും നല്ലത് വരട്ടെ.